പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 കിലോ അല്ലെങ്കിൽ 5.5 കിലോ എങ്കിൽ 5.5 കിലോ അത് ഇപ്പോൾ 2 കിലോയ്ക്ക് താഴെയുള്ളൂ. നമ്മുടെ പരാതിക്കാരൻ കൂടിയുണ്ട്, അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. ശ്രീ മണികണ്ഠൻ, അങ്ങ് കേട്ട് കാണും ശ്രീ രാജേന്ദ്രൻ പിള്ള പറഞ്ഞ ചില കാര്യങ്ങൾ. പ്രതികരിക്കാനുണ്ടോ? പ്രതികരിക്കാറുണ്ട്. അദ്ദേഹം ഇത് ഇലക്ട്രിക് പ്ലേറ്റിന് വേണ്ടി ദേവസ്വം ബോർഡിനെ രഹസ്യമായിട്ട് ഇദ്ദേഹം സമീപിച്ച് ഇലക്ട്രിക് പ്ലേറ്റിന് വേണ്ടി നിന്നത്. അപ്പം ഇത് ഇലക്ട്രിക് പ്ലേറ്റ് ഇവിടുത്തെ നാട്ടുകാർ മൊത്തം എതിർത്തു. എതിർത്തത് കൊണ്ട് അത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണ്. പിന്നീട് ഇദ്ദേഹത്തിനെ വിളിച്ച് ചെമ്പുകൂടിയൊരു മുണയും മതിയെന്നും പറഞ്ഞ് അവിടെ എഴുതി കൊടുത്തത്. ദേവസ്വം ബോർഡിൽ ഇദ്ദേഹം എഴുതി കൊടുത്ത റെക്കോർഡ് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്ക് സ്വർണ്ണക്കൊടി മരം തന്നെ ആവശ്യം, ഞങ്ങൾക്ക് സ്വർണ്ണക്കൊടി മരം തന്നെ അത്യാവശ്യം. ശരി, എന്തായാലും നമുക്ക് നമ്മുടെ റിപ്പോർട്ടറിനോടുകൂടെ ഒരിക്കൽ കൂടി ചോദിക്കാം. അരുൺ രാജ് കേൾക്കാമെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മോടൊപ്പം തന്നെ പരാതിക്കാരൻ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിന്റെ മുൻ ഉപദേശക സമിതി പ്രസിഡന്റ്, നമ്മൾ ഈ പറയുന്ന 6 കിലോ എന്ന് പറയുന്ന കണക്ക് അദ്ദേഹം പറയുന്നത് 5.5 കിലോ മാത്രമാണുള്ളത്. 6 കിലോ ആണെങ്കിലും 5.5 കിലോ ആണെങ്കിലും ഈ സ്വർണത്തിൽ വലിയൊരു പങ്ക് ഇപ്പോഴില്ല. അരുൺ രാജ്, ക്രിസ്റ്റിന് 6 കിലോയുടെ സ്വർണ്ണക്കൊടിമരം പണിയാനാണ് ക്രിസ്റ്റിന് 6 കിലോയുടെ സ്വർണ്ണക്കൊടിമരം പണിയാനാണ് നേരത്തെ ദേവസ്വം ബോർഡ് അത് ഭക്തജനങ്ങളും ചേർന്ന് തീരുമാനമെടുത്തത്. പക്ഷേ സ്വർണ്ണക്കൊടിമരം പണിത് വന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 5 കിലോ 200 ഗ്രാം മാത്രമാണ് ഒടുവിൽ സ്വർണ്ണക്കൊടിമരത്തിന് വേണ്ടി വന്നത്. ബാക്കി സ്വർണം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം ബോർഡിന്റെ ഈ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിൽ മാത്രമായി മാറുകയായിരുന്നു. അത് പിന്നീട് നിരവധിയായ തവണ ഈ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി അടക്കം അവിടേക്ക് പോയി ആവശ്യപ്പെട്ടപ്പോഴാണ് അതിന്റെ ബാക്കി കണക്കടക്കം ദേവസ്വം ബോർഡ് നൽകിയത്. ഈ 5 കിലോ 200 ഗ്രാം സ്വർണ്ണമാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ സ്വർണ്ണപ്പറയ്ക്കായി ഉപയോഗിച്ചത്. പക്ഷേ ഈ സ്വർണ്ണപ്പറയ്ക്കായി ഉപയോഗിച്ചു എന്ന് പറയുന്ന സ്വർണം അതിന്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളതിലാണ് ഇപ്പോഴും പരിശോധനയില്ലാത്തത്. കാരണം ഫോറൻസിക് റിപ്പോർട്ടിൽ ഈ സ്വർണം പൂർണ്ണമായും ശുദ്ധമല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം തന്നെ ഈ ദേവസ്വം ബോർഡിന് ഈ സ്വർണം നൽകിയ സ്വകാര്യ സ്ഥാപനം പറയുന്നത് ഇക്കാര്യത്തിൽ തങ്ങളുടെ സ്വർണം 100% എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ആധികാരികമായ പരിശോധന എങ്ങും തന്നെ നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്വർണത്തിൽ എത്ര ഭാഗം ഇതിനായി ഉപയോഗിച്ചു, എത്ര കിലോ ഇതിനായി ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ പോലും ഇത് കൃത്യമായ വ്യക്തതയില്ല. ഞാൻ ഈ ഘട്ടത്തിൽ അവിടെ ചെന്ന് സംസാരിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഒട്ടകത്തിന്റെ തോല് പോലെ അത്ര മിനുസമായി എത്ര ലെയറായാണ് ഈ സ്വർണ്ണ പറ നിർമ്മിച്ചിരിക്കുന്നത്. ആ സ്വർണ്ണപ്പറ ഒരു കാരണവശാലും കറുത്തു പോകേണ്ടതായ സാഹചര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണത്തിൽ ഏതോ തരത്തിൽ കെമിക്കൽ കടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ പ്യൂരിറ്റി അതിന് സംശയമുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ ക്വാളിറ്റിയിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നിലവിലെ ക്ഷേത്ര ഉപദേശക സമിതി ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം കമ്മീഷണറെയും ദേവസ്വം ബോർഡിനെ അടക്കം സമീപിച്ചിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണമെങ്കിലും തിരിച്ചു തരണം. കാരണം ഭക്തരിൽ നിന്ന് തങ്ങൾ പണം പിരിച്ചതാണ്. ആ പണത്തിനുള്ള സ്വർണ്ണമെങ്കിലും തിരിച്ചു തന്ന് ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും അത് ക്ഷേത്രത്തിൻ്റെതായി തിരിച്ചു നൽകുന്നില്ല. പകരം ഇതിപ്പോഴും ദേവസ്വം ബോർഡിന്റെ സ്റ്റോർ റൂമിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കിടക്കുകയാണ് എന്ന മറുപടി മാത്രമാണ് പല ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ശബരിമലയിൽ ഉൾപ്പെടെ ഹൈക്കോടതി പറയുന്നതും അതാണ്. അലക്ഷ്യമായി ഉത്തരവാദിത്വമില്ലാതെ കണക്കുകളില്ലാതെ ചാക്കിൽ കെട്ടി സ്വർണ്ണ നാണയങ്ങളടക്കം സൂക്ഷിക്കുന്നു. ഇതൊക്കെ എന്തൊക്കെ എവിടെ ഉണ്ട് എന്ന് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അറിയുന്നില്ല എന്ന വലിയൊരു നിരീക്ഷണമാണ് ഹൈക്കോടതിയും നടത്തിയത്. അരുൺ, ഒരു കാര്യം ചെയ്യുക, കാരണം ഇത് നിർമ്മിച്ചത് ആരാണോ ആ വ്യക്തിയുമായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത്, അന്നത്തെ ആ സ്വർണത്തിന്റെ പരിശുദ്ധി, ഏത് രീതിയിലായിരുന്നു അതിന്റെ നിർമ്മാണം, അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെങ്കിൽ വരും മണിക്കൂറുകളിൽ അത് എത്തിക്കുക. അരുൺ രാജാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.